ആദ്യ ഘട്ടമാണ്. ഈ ആദ്യ ഘട്ടത്തിൽ ഇതിന്റെ പ്രധാന ഘടകമായ ഇലക്ട്രോഡ് എന്ന് പറയുന്ന ഈ നോട്ട് ചെയ്യണം. രണ്ടാമത്തെ ഘട്ടത്തിൽ ഇത് നമ്മൾ ഇവിടെ തന്നെ നിർമ്മിക്കും. ബിൽഡിംഗ് എല്ലാത്തിനും ബിൽഡിംഗ് ആണ്. പിന്നെ ഇതിപ്പോൾ ഇമ്പോർട്ട് ചെയ്ത് നമുക്ക് സാധാരണ ക്ലീൻ റൂം ഇതിനകത്ത് ഇതാണ് ഡ്രൈ റൂം. ഇതിനകത്ത് അവിടെ നിർമ്മിക്കുന്ന കേക്കിനെ കട്ട് ചെയ്തിട്ട് ഇത് കപ്പാസിറ്ററിൻ്റെ രൂപത്തിൽ ക്യാനിൽ വൈൻഡ് ചെയ്യുന്ന ലെൻസ് ടൈപ്പ് മെഷീൻസാണ്. സാറിന് ഉദ്ഘാടനത്തിൽ ആദ്യമായിട്ട് ആ മെഷീൻസ് വാങ്ങിക്കുന്നത്. അത് കഴിഞ്ഞതിന് ശേഷം നമ്മളതിന് ബാക്ക്ഗ്രൗണ്ട് ഇൻഫർമേഷൻ പിന്നെ സീലിംഗ് ഉണ്ട്. സീലിംഗിൻ്റെ 4 മെഷീൻസും കൺട്രോൾ തന്നെ ഇപ്പോഴത്തെ ഡിസൈൻ ചെയ്ത പീസാണ് നമ്മൾ വാങ്ങിച്ചത്. ഓരോ വൈകി ഇതിന് നമ്മളിന് അലുമിനിയം കാപ്പിനകത്ത് സീൽ ചെയ്ത് ഇത് ഇതിനകത്ത് വെച്ചിട്ട് ടെസ്റ്റ് ചെയ്തിട്ടാണ് ഉണ്ടാകുന്നത്. ദിവസം 2000 കപ്പാസിറ്റർ നിർമ്മിക്കാനാണ് ഇപ്പോൾ പ്ലാൻ. പൂർണ്ണ പദ്ധതിയാകുമ്പോൾ 6000. ഒരെണ്ണം കൈമാറി ഇറക്കുമതി ചെയ്യുന്ന ഉൽപ്പന്നങ്ങൾ ഇന്ത്യയിൽ തന്നെ 50% ഇന്ത്യൻ സ്കീം ഇപ്പോൾ യൂണിയൻ ഗവൺമെന്റ് ഏർപ്പെടുത്തിയിട്ടുണ്ട്. PLI സ്കീം. ആ PLI സ്കീം നേടിയ കേരളത്തിൽ ആദ്യത്തെ PSU ഇലക്ട്രോഡ് മാറി. നമ്മൾ ഈ വർഷം ഇന്ത്യയിൽ വ്യവസായ സൗഹൃദത്തിന്റെ കാര്യത്തിൽ അഭിമാനകരമായി 1ാം സ്ഥാനത്തേക്ക് എത്തി. ഉദ്ഘാടനം ഇന്ന് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി നിർവഹിച്ചു. എന്താണ് സൂപ്പർ കപ്പാസിറ്റർ? അതിന്റെ ഒരു മാതൃകയാണ് ഇത് വേദിയിൽ ഒരുക്കിയിരിക്കുന്നത്. അതിന്റെ അൺവീലിംഗ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി നിർവഹിക്കുകയാണ്. സഹോദരന്മാരെ, വലിയ സന്തോഷം പകരുന്ന ഒരു ചടങ്ങിലാണ് നാം എല്ലാവരും ഇന്നിവിടെ സന്നിഹിതരായിരിക്കുന്നത്. കെൽട്രോൺ കോമ്പണൻറ്റ് കോംപ്ലക്സ് ലിമിറ്റഡിൽ പുതിയ സൂപ്പർ കപ്പാസിറ്റർ ഉൽപ്പാദന കേന്ദ്രം പ്രവർത്തനം ആരംഭിക്കുന്നു. ഇന്ത്യയിലെ ആദ്യത്തെ ഇലക്ട്രോണിക്സ് പ്രൊഡക്ഷൻ കമ്പനിയാണ് കെൽട്രോൺ. ആ കമ്പനി തന്നെയാണ് ഇപ്പോൾ നമ്മുടെ രാജ്യത്തെ ഇവിടെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ആദ്യത്തെ സൂപ്പർ കപ്പാസിറ്റർ ഉൽപ്പാദന കേന്ദ്രം തുടങ്ങുന്നത്. ഇത് എല്ലാവർക്കും അഭിമാനിക്കാവുന്ന കാര്യമാണ്.
ഈ ഘട്ടത്തിൽ കെൽട്രോണിന് തുടക്കം കുറിച്ചവരെ നമുക്ക് സ്മരിക്കാം. സൂപ്പർ കപ്പാസിറ്റർ ഉൽപാദന കേന്ദ്രവുമായി ബന്ധപ്പെട്ട് അതിൻ്റെ കാര്യങ്ങൾക്ക് തുടക്കം കുറിച്ച അന്നത്തെ വ്യവസായ മന്ത്രി ഇ.പി. ജയരാജനും ഇപ്പോൾ ഇതിനെല്ലാം നേതൃത്വം കൊടുത്തുകൊണ്ടിരിക്കുന്ന മന്ത്രി പി. രാജീവും ഇന്നിവിടെ സന്നിഹിതരായിരിക്കുന്നതും സന്തോഷകരമായ കാര്യമാണ്. ഇവിടെ പറഞ്ഞു 73-ൽ കെൽട്രോൺ ആരംഭിച്ചതിനെക്കുറിച്ച്. രാജ്യത്താകെയുള്ള പൊതുമേഖലാ സ്ഥാപനങ്ങൾക്ക്, പ്രത്യേകിച്ച് വിവരസാങ്കേതിക വിദ്യയും ഇലക്ട്രോണിക്സുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവർക്ക് കെൽട്രോൺ മാതൃകയായി തീർന്നു എന്നതാണ് കഴിഞ്ഞകാല കെൽട്രോണിൻ്റെ പ്രവർത്തനം പരിശോധിച്ചാൽ കാണാൻ കഴിയും. അവിടെ തന്നെയാണ് ഇപ്പോൾ ഇത്തരമൊരു സൂപ്പർ കപ്പാസിറ്റർ ഉൽപ്പാദന കേന്ദ്രം തുടക്കം കുറിക്കുന്നതിനും കഴിഞ്ഞിരിക്കുന്നത്. നമ്മുടെ സംസ്ഥാനത്തിന് ഇതുപോലുള്ള കാര്യങ്ങളിൽ ഒട്ടേറെ പ്രത്യേകതകളുണ്ട്. കേരളത്തിലെ ആദ്യത്തെ IT പാർക്ക്, രാജ്യത്തെ ആദ്യത്തെ IT പാർക്ക് കേരളത്തിലാണ്. വേൾഡ് വിഷൻ ചെറുപുഴ മലയോര മേഖലയിലെ ഏറ്റവും വലിയ ഇലക്ട്രോണിക്സ് ആൻഡ് ഹോം അപ്ലയൻസസ് ഷോറൂം. ലോകോത്തര കമ്പനികളുടെ AC, ഫ്രിഡ്ജ്, വാഷിംഗ് മെഷീൻ, LED ടിവികൾ, ഹോം തിയേറ്റേഴ്സ്, മിക്സർ ഗ്രൈൻഡേഴ്സ്, OTG ഓവനുകൾ, ഗ്യാസ് സ്റ്റവ്, ഫാൻ, അയൺ ബോക്സസ് തുടങ്ങി എല്ലാവിധ ഇലക്ട്രോണിക്സ് ഉപകരണങ്ങളും ഗുണമേന്മയോടെ വിശ്വസ്തയോടെ യഥേഷ്ടം തിരഞ്ഞെടുക്കുവാൻ സന്ദർശിക്കൂ വേൾഡ് വിഷൻ ഇലക്ട്രോണിക്സ് ആൻഡ് ഹോം അപ്ലയൻസസ് ഷോറൂം ചെറുപുഴ. വേൾഡ് വിഷൻ ഇലക്ട്രോണിക്സ് ആൻഡ് ഹോം അപ്ലയൻസസ് ഷോറൂം ചെറുപുഴ, മലയോരത്തിന്റെ സ്വന്തം ഇലക്ട്രോണിക്സ് ഷോറൂം.